नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हमने चित्रा मुद्गल ने लिखी हुई डोमिन काकी नामक कहानी पढ़ा। उसके बाद प्रदीप पंत के बारे में पढ़ा, लेखक परिचय किया था। प्रदीप पंत ने लिखी हुई एक यात्रा वृत्तांत है, उसका नाम है चिरापुंजी से आया हूँ। ये एक कविता का पंक्ति है। चिरापुंजी से आया हूँ फिर भी मैं प्यासा। ആ രചനയിൽ നിന്ന് ആ ഒരു 2 വരി കവിതയാണ്. അതിൽ നിന്നാണ് നമ്മുടെ പ്രദീപ് പന്ത് ചിറാപുഞ്ചി സെ ആയാ ഹും എന്നുള്ള ഒരു ഹെഡിങ് യാത്രാ വിവരണത്തിന് കൊടുത്തത്. प्रदीप पंत के बारे में कहे तो उन्होंने व्यंग्य समाहार, कहानी संग्रह, कुछ कहानियों का संकलन और उसका ट्रांसलेशन भी किया था। उसके अलावा कुछ पुरस्कार भी उन्हें प्राप्त किया था। ये यात्रा विवरण ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യാത്രാ വിവരണത്തിൽ നമുക്ക് എല്ലാ സ്ഥലവും കാണാനായിട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ അതിലെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നതിനെ നമ്മൾ യാത്രാ വിവരണം അല്ലെങ്കിൽ യാത്രാ വൃത്താന്തം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ യാത്ര ചെയ്ത ആളിൽ നിന്ന് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ യാത്രാ വൃത്താന്തം എന്ന് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. चिरापुंजी से आया हूँ, यात्रा वृत्तांत प्रदीप पंत। तो ये चिरापुंजी से आया हूँ, ये कैसी रचना है ചോദിച്ചു കഴിഞ്ഞാൽ ये एक यात्रा वृत्तांत है। ये किसने लिखी ചോദിച്ചു കഴിഞ്ഞാൽ प्रदीप पंत ने लिखी। इसमें कई जगहों का नाम दिया था। पहला मेघालय, മേഘാലയ യാനി ബാദലോം का घर। മേഘാലയ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മേഘോം കാലൈ അല്ലെങ്കിൽ ബാദലോം का घर। മേഘാലയ എന്ന് പറഞ്ഞാൽ യാനി എന്ന് പറഞ്ഞാൽ അതായത് അർത്ഥമാക്കുന്നത് ബാദലോം का घर, മേഘങ്ങളുടെ വീട്, അല്ലെങ്കിൽ മേഘോം കാലൈ എന്ന് വേണേൽ പറയാം. ബാദലോം का घर എന്ന് പറയുന്നതാണ് മേഘാലയ. അവർ മേഘാലയ്ക്ക് രാജധാനി ഷില്ല. ഇനി മേഘാലയ എന്നുള്ളതിൻ്റെ राजधानी എന്ന് പറഞ്ഞാൽ തലസ്ഥാനം, ക്യാപിറ്റല് ഷില്ലോങ് ആണ്. एक हरा भरा पर्वतीय नगर जहाँ हर वक्त बादल उमड़ते घुमड़ते रहते हैं. മേഘാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാദലോം കാ ഘർ എന്നാണ് അതിൻ്റെ അർത്ഥം. മേഘാലയ എന്നുള്ളതിൻ്റെ തലസ്ഥാനം, രാജധാനി എന്ന് പറയുന്നത് ഷില്ലോങ് ആണ്. एक हरा भरा पर्वतीय नगर, നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പർവ്വത പ്രദേശം, ഒരു പർവ്വത നഗരം. ജഹാ ഹർ വക്ത് ബാദൽ ഉമടത്തെ ഗുമടത്തെ രേത്തെ ഹെ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നിമിഷവും അല്ലെങ്കിൽ ആ എല്ലാ സമയത്തും അവിടെ ബാദൽ ഉമടത്തെ ഗുമടത്തെ രേത്തെ ഹെ, മേഘങ്ങളങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അവിടെയൊക്കെ മഴക്കാലം മാത്രമാണ് മേഘങ്ങൾ ഉരുണ്ടുകൂടി മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുക. പക്ഷേ അവിടെ ഒരു പർവ്വത പ്രദേശമാണ്, അവിടെ എല്ലാ സമയത്തും മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. दूर दूर तक कहीं बर्फ का नाम नहीं, फिर भी अनायास बाबा नागार्जुन की कविता याद आ जाती है. अमल धवलगिरी के शिखरों पर बादल को गिरते देखा है. दूर दूर तक कहीं बर्फ का नाम नहीं, വളരെ അകലങ്ങൾ വരെ, അതായത് എവിടെയും മഞ്ഞെന്ന് പറയുന്നതിൻ്റെ പേരിന് പോലും കാണാനില്ല. ഫിർ ബി അനായാസ്, എങ്കിൽ കൂടി അനായാസ് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ബാബ നാഗാർജുൻ കി കവിത യാദാ ജാതി ഹെ. നാഗാർജുൻ എന്ന് പറയുന്നൊരു കവി, അദ്ദേഹത്തിൻ്റെ കവിതയുടെ വരികളാണ് നമ്മുടെ ലേഖകനെ ഓർമ്മ വരുന്നത്. ഇത് എഴുതുന്ന നമ്മുടെ ലേഖകൻ്റെ പേരാണ് പ്രദീപ് പന്ത് എന്ന് പറയുന്നത്. പ്രദീപ് പന്ത് എഴുതാണ് സമയത്ത് എനിക്ക് ബാബ നാഗാർജുൻ്റെ കവിതയാണ് ഓർമ്മ വരുന്നത്. ബാബ നാഗാർജുൻ എന്ന് പറയുന്നത് നാഗാർജുൻ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വരി കവിതയാണ് ഓർമ്മ വരുന്നത്. അത് ഇങ്ങനെയാണ്: അമൽ ധവൽ ഗിരി കെ ശിഖരോം പർ ബാദൽ കോ ഗിർത്തെ ദേഖാ ഹെ. നല്ല വെളുത്ത സുന്ദരമായിട്ടുള്ള പർവ്വത ശിഖരങ്ങളിൽ, ഗിരി കെ ശിഖരോം പർ, ഗിരിശിഖരങ്ങളിൽ, പർവ്വത ശിഖരങ്ങളിൽ, ബാദൽ കോ ഗിർത്തെ ദേഖാ ഹെ, മേഘങ്ങൾ വലയം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം മേഘാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ബാബ നാഗാർജുൻ്റെ വരികളാണ് ഓർമ്മ വരുന്നത്. അതായത് പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്, ഹരാഭര പർവ്വതീയ നഗറാണ്. ഹർ വക്ത് ബാദൽ ഉമഴ്ത്തെ ഗുമഴ്ത്തെ ദേഖ്തെ ഹെ. അതാണ് മേഘാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കവിത പറഞ്ഞതിന് ശേഷം പറയണേ, ഇത്തന ബഡ സ്വച്ഛ സുന്ദർ പർവ്വതീയ നഗർ अपने उत्तर भारत में कहीं नहीं है. പറയണേ, ഇത്തന ബഡ സ്വച്ഛ് സുന്ദർ പർവ്വതീയ നഗർ, ഇത്രയും വലിയ എന്താ പറയുക സുന്ദരമായിട്ടുള്ള പർവ്വത പ്രദേശം, പർവ്വത നഗരം എന്ന് പറയുന്നത് അപ്പനെ ഉത്തർ ഭാരത് മേ, നമ്മുടെ വടക്കേ ഇന്ത്യയിലെ കഹി നഹി ഹെ, എവിടെയും ഇല്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മനോഹരമായൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. ഐസി ഹരിതമാബി ഷായത് ഹി കഹി ദേഖ്നെ കോ മിലെ. അപ്പം അതുപോലെ തന്നെ എല്ലായിടത്തും ഹരിതിമ, ഹരിതിമ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ. ഷായത് ഹി കഹി ദേഖ്നെ കോ മിലെ, ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമുക്കതിൻ്റെ പച്ചപ്പ് കാണാനായിട്ട് സാധിക്കും. ഷിലോങ് കാ മുഖ്യ ബാസാർ അൽമോഡ കെ ലാലാ ബാസാർ സെ മിൽത്ത ജുൽത്ത ഹെ. ഈ ഷിലോങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബാസാറുണ്ട്. ആ ബാസാർ എന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത് അൽമോഡയിലെ ലാലാ ബാസാറിന് സമാനമാണ്. അതുപോലെ മിൽത്ത ജുൽത്ത തന്നെ അതിന് സദൃശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഷില്ലോങ്ങിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഉണ്ട്, അത് അൽമോഡയിലെ ലാൽ ബാസാറിന് സദൃശ്യമാണെന്ന് പറയുന്നത്. സ്ത്രീ പുരുഷം കെ ചെഹരെ നാക്ക് നക്സ് ബി കുച്ച് കുച്ച് വൈസേ ഹി. ഇനി സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മുഖമൊക്കെ, അതുപോലെ തന്നെ അവരുടെ രൂപം, മുഖച്ഛായ, നാക്ക് നക്സ് എന്ന് പറഞ്ഞാൽ മുഖച്ഛായ, ഇതെല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഷില്ലോങ്ങിലെ മുഖ്യ ബാസാറിൻ്റെ പേരാണ്, ബാസാർ എന്ന് പറയുന്നത് എന്തിന് സമാനമാണെന്ന് പറയുന്നത്, കിസ്കെ സമാൻ ഹേ, അൽമോഡ കെ ലാലാ ബാസാർ കെ സമാൻ ഹേ, വഹാം കെ സ്ത്രീ പുരുഷം കെ ചെഹരെ നാക്ക് നക്സ് കുച്ച് കുച്ച് വൈസേ. എല്ലാവരുടെയും മുഖച്ഛായ, മുഖം എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ് പറയുന്നത്. ലേക്കിൻ ന തോ അൽമോഡ കാ മൗസം ഹി ഷിലോങ് ജൈസ സുഹാന ഹേ, ന അൽമോഡ മേ ഷിലോങ് ജൈസി ഹരിതിമ ഹേ. അൽമോഡയിലത്തെ കാര്യം പറയണേ, ലേക്കിൻ ന തോ അൽമോഡ കാ മൗസം ഹി ഷിലോങ് ജൈസ സുഹാന ഹേ. സുഹാന എന്ന് പറഞ്ഞാൽ സുഖപ്രദമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പറയണേ, അൽമോഡയിലെ മൗസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ഷില്ലോങ്ങിൻ്റെ അത്ര സുഖകരമല്ല എന്ന് പറയുന്നത്, നല്ല കാലാവസ്ഥയല്ല എന്ന് പറയുന്നത്. എന്നാൽ അൽമോഡാമേ ഷില്ലോങ് ജൈസി ഹരിതമാഹേ, അതുപോലെ ഷില്ലോങ്ങിലുള്ള പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് അൽമോഡയിലില്ല. ഇപ്പോൾ ഷില്ലോങ്ങിൻ്റെയും അൽമോഡയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഷില്ലോങ്ങിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അൽമോഡയിലുണ്ട്. പക്ഷേ സ്ത്രീ പുരുഷന്മാരുടെ മുഖച്ഛായ രൂപമൊക്കെ എല്ലാവരുടെയും ഒരുപോലെ തന്നെയാണ്. എന്ന പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അൽമോഡാക്ക മൗസം ഹി ഷിലോങ് ജൈസ സുഹാന നഹി ഹി. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഷില്ലോങ്ങിൻ്റെ അത്ര നല്ലതല്ല. എന്നാൽ അൽമോഡാമേ ഷിലോങ് ജൈസി ഹരിതിമാഹേ, ഷില്ലോങ്ങിലുള്ളതുപോലുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു സാഹചര്യം അല്ലെങ്കിൽ ചുറ്റുപാടല്ല അൽമോഡയിലുള്ളത്. और ഷില്ലോങ് സെ ചിറാപുഞ്ചി की ओर जाता मार्ग. ഇനി ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോകുന്ന ആ വഴി, ആ റോഡിനെ കുറിച്ചാണ് പറയുന്നത്. ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോകുന്ന വഴി. दोनों और पहाड़ों और दरख्तों से पटा पड़ा है, यह ऊंचा नीचा സർപ്പാകാർ രാസ്ത. ഇനി ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴി എങ്ങനെയാണെന്ന് പറയുന്നത്, दोनों और पहाड़ों और दरख्तों से पटा पड़ा है. ദർക്കത്ത് എന്ന് പറഞ്ഞാൽ പേട്, മരങ്ങൾ. പഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങൾ, മലകൾ. ഇപ്പോൾ രണ്ട് വശത്തും രണ്ട് ഭാഗത്തും, ഈ പോകുന്ന വഴിയുടെ രണ്ട് ഭാഗത്തും, റോഡിൻ്റെ രണ്ട് സൈഡിലും പഹാഡും അവർ ദർക്കത്തോം സെ പട്ടാ പടാഹേ, വലിയ മലകൾ, അതുപോലെ തന്നെ മരങ്ങൾ. പട്ട എന്ന് പറഞ്ഞാൽ ഭര, നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. യഹ് ഊഞ്ച നീച്ച സർപ്പാക്കാർ രാസ്ത. ഊഞ്ച നീച്ച എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴി.
ഊഞ്ച നീച്ച സർപ്പാകാർ, അതായത് പാമ്പ് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്നില്ലേ ഇങ്ങനെ, അതുപോലത്തെ റോഡാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത്. രണ്ട് സൈഡിലും വലിയ മലകളുണ്ട്, മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഊഞ്ച നീച്ച സർപ്പാകാർ രാസ്ത, പോകുന്ന വഴി നിറഞ്ഞത് വളഞ്ഞും തിരിവുള്ള വഴിയാണ്. രാസ്തേക്കോ പാർ കർത്തേ ഹുയേ ദിഖായി പടുത്തേ ഹേ ബാദൽ. ഇനി ഈ റോഡിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ബാദലാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, ക്ലൗഡ്സ്. ബഹത്തി ഹേ സുഹാനി ഹവ और कभी कभी हो जाती है बूंदा बूंदी. ഇനി സുഹാനി ഹവ ബഹത്തി ഹേ, നല്ല സുന്ദരമായിട്ടുള്ള സുഖകരമായ കാറ്റ് വീശുന്നുണ്ട്. और कभी कभी हो जाती है बूंदी बूंदा बूंदी. बूंदा बूंदी बूंदी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റൽ മഴ. ബൂന്താ ബാന്തി എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ എന്തുണ്ട്? ചാറ്റൽ മഴയുണ്ടെന്ന് പറയുന്നത്. അപ്പം നല്ലൊരു കാലാവസ്ഥയാണ്, നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ എന്ന് പറയുന്നത്. ചിറാപുഞ്ചിയിലേക്ക്, ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോകുന്ന വഴിയുടെ പ്രത്യേകതകളാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ദോനോ और പഹാഡോ और പേടോം സെ ബനാ ഹുവാ ഹേ. രണ്ട് സൈഡിലും മരങ്ങളും മലകളും നിറഞ്ഞിട്ടുണ്ട്. और രാസ്ത ഊഞ്ച നീച്ച സർപ്പാകാർ രാസ്ത ഹേ. ഇനി വഴി എന്ന് പറയുന്നത് വളഞ്ഞും തിരിവുള്ള റോഡാണ്. രാസ്തേക്കോ പാർ കർത്തേ ഹുയേ ഹമേ ദേഖ് സക്തേ ഹേ ബാദൽ. നമുക്ക് മേഘങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഹവ ബഹത്തി ഹേ, സുഹാനി ഹവ ബഹത്തി ഹേ, നല്ല സുന്ദരമായിട്ടുള്ള കാറ്റ്, സുഖകരമായിട്ടുള്ള കാറ്റ് വീശുന്നത് കാണാം. അതുപോലെ തന്നെ ബൂന്ത ബാന്തി കബി കബി ഹോ ജാത്തി ഹേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചാറുന്നുണ്ടായിരിക്കും, ചാറ്റൽ മഴ. ഹമാരി ജീപ്പ് ഷില്ലോങ് സേ 53 കിലോമീറ്റർ ദൂർ ചിറാപുഞ്ചി की ओर बढ़ रही है. ജീപ്പിലാണ് ഒരു യാത്ര പോകുന്നത്. പ്രദീപ് വന്ന് പോകുന്നത് ജീപ്പിലാണ്. ഇപ്പോൾ ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോകുന്ന വഴി നമ്മൾ പറഞ്ഞു. ഇനി ജീപ്പ് ഷില്ലോങ്ങിൽ നിന്ന് 53 കിലോമീറ്റർ അകലെ എവിടേക്കാണ് പോകുന്നത്? ചിറാപുഞ്ചി की ओर बढ़ रही है. ചിറാപുഞ്ചിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 53 കിലോമീറ്റർ ദൂരം ഇനിയുണ്ട് ചിറാപുഞ്ചിയിലേക്ക് എത്താനായിട്ട്. मेरे साथ राज्य के एक अधिकारी श्री संखमा और उनके 2 दोस्त बैठे हैं. അപ്പം എൻ്റെ കൂടെ രാജ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഓഫീസറായിട്ടുള്ള ശ്രീ സംഗമ എൻ്റെ കൂടെയുണ്ട്. അവർ ഉൻകെ 2 ദോസ്ത് ബൈട്ടേ ഹേ, കൂടെ അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ രാജ് കെ അധികാരി കാ നാം ഹേ സംഗമ, ശ്രീ സംഗമ. അവർ ഉൻകെ 2 ദോസ്ത് ബി പന്ത്ജി കെ സാത്ത്. ഇനി അവരെ 2 കൂട്ടുകാരും പന്ത്ജിയുടെ കൂടെയുണ്ട്, ലേഖൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. ചലത്തെ ഹുയേ ഉന്നോനെ പരിചയ കരായ ഥാ ലേക്കിൻ മേ ഉസ്കെ നാം നഹി സമജ് സകാ. ഇപ്പോൾ ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് വഴിയിൽ വെച്ച് ഉന്നോനെ പരിചയ കരാത്ത, അവർ പരിചയപ്പെടുത്തിയിരുന്നു. ലേക്കിൻ മേ ഉൻകെ നാം നഹി സമജ് സകാ, പക്ഷേ അവരുടെ പേര് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. मैं जीप की खिड़की बंद करते हुए संगमा से पूछता हूँ, क्या साल भर यहाँ वर्षा होती रहती है? मैं जीप की खिड़की बंद करते हुए, മേം എന്ന് പറയുന്നത് പ്രതിബന്ധമാണ്, ലേഖനാണ്. ജീപ്പ് की खिड़की അതായത് ജീപ്പിൻ്റെ വാതിൽ അടച്ചുകൊണ്ട് സംഗമാസെ പൂച്ച്താ ഹൂം, മഴ ചാറാൻ തുടങ്ങിയിട്ട് സംഗമോട് ചോദിക്കുകയാണ്, ക്യാ സാൽ ഭർ യഹാ വർഷ ഹോത്തി രഹതി ഹേ, വർഷം മുഴുവൻ ഇവിടെ മഴ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏത് സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീപ്പിൽ വെച്ച് സംഗമയുടെ, അതായത് സ്റ്റേറ്റിൻ്റെ അധികാരിയായിട്ടുള്ള സംഗമയോട് ചോദിക്കുകയാണ്, വർഷം മുഴുവൻ ഇവിടെ മഴ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജി ഹാം സംഗമ कहते हैं और पानी की चर्चा होने पर याद करते हुए से फिर कुछ रुक कर बताते हैं, आपको जानकर ताज्जुब होगा कि मेघालय में खपत से ज़्यादा पन बिजली का उत्पादन होता है. അപ്പോൾ സംഗമ പറയാണ്, എന്താണ് പറയുന്നത്? ജി ഹാ, ഉവ്, വർഷം മുഴുവൻ മഴ ഇവിടെ കിട്ടുന്നുണ്ട്. പാനിക്ക് ചർച്ച ഹോനെ പർ യാദ് കർത്തേ ഹുയേ സേ ഫിർ കുച്ച് രുക് കർ ബതാത്തേ ഹേ. എന്താ പറയുന്നത്? വെള്ളത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ ഓർമ്മ വന്ന കാര്യങ്ങൾ അയാൾ നിർത്തി പറയാണ്. കുച്ച് രുക് കർ ബതാത്തേ ഹേ നിർത്തി പറയണം. എന്താണ്? ആപ്കോ ജാൻകർ താജുബ് ഹോഗ. താജുബ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുക. ആപ്കോ ജാൻകർ താജുബ് ഹോഗ ഖീ, നിങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. എന്താണ്? മേഘാലയ മേ കപത്ത് സേ സ്യാദ. കപത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനേക്കാൾ അധികം.
ഖപത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം, സരൂരത്ത്. മേഘാലയ മേ ഖപത് സേ ജ്യാദ, ആവശ്യത്തിലധികം. ഖപത് സേ ജ്യാദ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ അധികം. പൻ ബിജ്ലി കാ ഉൽപാദൻ ഹോത്താ ഹേ. പൻ ബിജ്ലി എന്ന് പറഞ്ഞാൽ പാനി സേ ബനാ ഹുവ ബിജ്ലി, അതായത് ജലവൈദ്യുതി പദ്ധതി. പൻ ബിജ്ലി കാ ഉൽപാദൻ ഹോത്താ ഹേ. അപ്പം വെള്ളത്തിൽ നിന്ന് അവിടെ വൈദ്യുതി, ആവശ്യത്തിലധികം വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പൻ ബിജ്ലി എന്ന് പറഞ്ഞാൽ ജലവൈദ്യുതി പദ്ധതിയാണ് പൻ ബിജ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാനി സേ. അപ്പം മേഘാലയ മേ ഖപത് സേ ജ്യാദ പൻ ബിജ്ലി കാ ഉൽപാദൻ ഹോത്താ ഹേ. അപ്പോൾ സംഗമ ഓർത്തെടുത്തുകൊണ്ട് പറയണത് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും. കാരണം മേഘാലയയിലെ ആവശ്യത്തിന്, അവർക്ക് ആവശ്യം, ആ രാജ്യത്തിന്, ആ സ്റ്റേറ്റിന് ആവശ്യത്തിനേക്കാളും അധികം വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹം അതിരിക്ത് ബിജ്ലി അന്യരാജ്യം കോ ദേത്തെ ഹേ. നമ്മൾ ബാക്കി വരുന്ന ഇത് കൂടാതെ വൈദ്യുതി എന്ത് ചെയ്യുന്നുണ്ട്? അന്യരാജ്യം കോ ദേത്തെ ഹേ. മറ്റുള്ള സ്റ്റേറ്റ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മഴ, വർഷം മുഴുവൻ ക്യാ സാൽബർ യഹാ വർഷ ഹോത്തി ഹേ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇവിടെ ആ വർഷം മുഴുവൻ മഴ കിട്ടുക കാരണം എന്ത് ചെയ്യുന്നുണ്ട്? മേഘാലയ മേ ഖപത് സേ ജ്യാദ പൻ ബിജ്ലി കാ ഉൽപാദന ഹോത്താ ഹേ. അതായത് ആവശ്യത്തിലധികം, ആ സ്റ്റേറ്റിന് ആവശ്യത്തിലുള്ളതിനേക്കാളും അധികം വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റ് സ്റ്റേറ്റിലേക്കും വൈദ്യുതി വിതരണം ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഐസ മേം സച്ച്മുച്ച് ആശ്ചര്യസേ പൂച്ച്താ ഹൂം. അപ്പം ഞാൻ വളരെയധികം ആശ്ചര്യത്തോടെ ചോദിക്കുന്നത്, ഐസ അങ്ങനെയാണോ? ലേക്കിൻ വ कहते हैं आपको ये जानकर ताज्जुब होगा कि हमारे 50% से भी कम गाँवों में बिजली पहुंची है. അപ്പോൾ ഒന്ന് നിർത്തിയിട്ട് നമ്മുടെ ശ്രീ സംഘം പറയണേ, ലേക്കിൻ പക്ഷേ ആപ്കോ യേ ജാൻകർ താജ്ജുബ് ഹോഗാ കി, നിങ്ങൾക്കിത് കേട്ടാൽ നിങ്ങൾ വീണ്ടും ആശ്ചര്യപ്പെടും, അത്ഭുതപ്പെടും. എന്താണ്? ഹമാരെ 50% സേ ബി കം ഗാവോ മേം ബിജ്ലി പഹുഞ്ചി ഹേ. നമ്മുടെ ഗ്രാമത്തിലെന്ന് പറയുന്നത്, അതായത് 50% എന്ന് പറഞ്ഞാൽ 50%-ത്തിനേക്കാളും കുറവ് ഗ്രാമങ്ങളിൽ മാത്രമാണ് എന്ത് എത്തുന്നുള്ളൂ? വൈദ്യുതി എത്തുന്നുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 50% സേ ബി കം ഗാവോ മേം, അതായത് 50% താഴെയുള്ള ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ വൈദ്യുതി എത്തിച്ചേരുന്നുള്ളൂ എന്നാണ് സംഗമം പറയുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും, അതായത് വർഷം മുഴുവൻ മഴ കിട്ടുന്ന കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പുറമേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ സംഗമം എടുത്ത് പറയുന്നൊരു കാര്യമാണ്, അതായത് ഈ ഗ്രാമത്തിലെ, അതായത് 50%-ത്തിൽ താഴെ ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ വൈദ്യുതി എത്തുന്നുള്ളൂ എന്ന് പറയുന്നത്. മേ ചകിത് ഹൂം സംഗമാസെ കാരൻ ജാനാ ചാത്താ ഹൂം. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. എന്താണ് പറയുന്നത്? സംഗമാസെ കാരൻ ജാനാ ചാത്താ ഹൂം. ഇവിടെ നമ്മുടെ പ്രദീപ് പന്ത് ലേഖകൻ സംഗമയുടെ അടുത്തുന്നതിൻ്റെ കാരണം അറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് 50% താഴെ ഗ്രാമങ്ങളിൽ മാത്രമാണ് വൈദ്യുതി എത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നുള്ള അതിൻ്റെ കാരണം അറിയാനായിട്ട് നമ്മുടെ ലേഖകൻ ആഗ്രഹിക്കുകയാണ്. വ മുസ്കുരാത്തെ ഹുയെ कहते हैं यहाँ ज़्यादातर भूभाग वन क्षेत्र और खनिज वस्तुएं वगैरह निजी हाथों में है, आदिवासियों के हाथों में. അപ്പോൾ ശ്രീ സംഗമ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, യഹാ ജ്യാദാദർ ഭൂഭാഗ്, കൂടുതലും ഭൂപ്രദേശങ്ങൾ, വൻ ക്ഷേത്ര വനമേഖല, അതുപോലെ തന്നെ ഖനിജ് വസ്തുവേ, അതായത് ഖനി വസ്തുക്കൾ, ഖനിയിൽ നിന്ന് കിട്ടുന്ന ധാതുക്കൾ, ഇതെല്ലാം വഗൈര എക്സെട്ര മുതലായവ നിജി ഹാത്തോമേ ഹേ, ആദിവാസിയം കെ ഹാത്തോമേ ഹേ, വ്യക്തികളുടെ കയ്യിലാന്ന് പറയുന്നത്. ആരുടെ കൈകളിലാണ്? ആദിവാസിയം കെ ഹാത്തോമേ, ആദിവാസികളുടെ കയ്യിലാണ് ഈ കൂടുതൽ ഭൂപ്രദേശവും വനമേഖലയും മറ്റ് ധാതുക്കളൊക്കെ ആദിവാസികളുടെ കയ്യിലാണെന്ന് പറയുന്നത്. അഗർ ഉൻകെ ഇലാക്കെ മേ ബിജലി ലേ ജാവോ തോ വേ ഈ സുവിധ കാ ലാഭ് ഉഠാനെ കെ ബജായ് സർക്കാർ സേ മുആവജ മാങ്തേ ഹേ. എന്താ പറയുന്നത്? അഗർ ഉൻകെ ഇലാക്കെ മേ, ഇനി അവരുടെ ആ പ്രദേശത്ത്, ഇലാക്കെ എന്ന് പ്രദേശ, റീജിയൻ, പ്രദേശത്ത് ബിജ്ലിയിലെ ജാവോത്തോ, ഈ വൈദ്യുതി കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്? വേ ഈ സുവിധ ക ലാഭ് ഉടാനെ കെ ബജായ് കാരൻ. അപ്പോൾ ഇവിടെ അതിന് പകരമായിട്ട് കെ ബജായ് എന്ന് പറഞ്ഞാൽ അതിന് പകരമായിട്ട് ഈ സുവിധ ക ലാഭ് ഉടാനെ കെ ബജായ്, ഈ സൗകര്യത്തിൻ്റെ ലാഭം എടുക്കുന്നതിന് പകരമായിട്ട് സർക്കാർ സേ മുവാവജ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, വില,
മാങ്തേ ഹേ, ആവശ്യപ്പെടുന്ന പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ വൈദ്യുതി പകുതിയോളം പേർക്ക് കിട്ടുന്നുള്ളൂ, ഗ്രാമങ്ങളിൽ കിട്ടുന്നുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണ്? കൂടുതൽ ഭൂപ്രദേശം ഇവിടെ പറയുന്നുണ്ട്. ജ്യാദാതർ ഭൂഭാഗ് വനക്ഷേത്ര और ഖനിജ് വസ്തുവേ ആദിവാസിയോം കെ ഹാത്തോം മേ ഹേ, ആദിവാസികളുടെ കയ്യിലാണ്. अगर ये ആദിവാസിയോം കെ ഇലാഖെ മേ ബിജ്ലി ലേ ജാവോ തോ, ഈ വഴി അവരുടെ ആ പ്രദേശത്ത് കൂടെ വൈദ്യുതി കൊണ്ടുപോവുകയാണെങ്കിൽ ഉസ് സുവിധാ കാ ലാഭ് ഉടാനെ കെ ലിയേ യേ ലോഗ് കോശിഷ് കർത്തേ ഹേ, അതിൻ്റെ ലാഭം എടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നത് എങ്ങനെ? സർക്കാർ സേ മുവാവജ മാങ്തേ ഹേ, സർക്കാരിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം അവരെ ആവശ്യപ്പെടും. അപ്പോൾ അവരുടെ ഭൂമിയിൽ കൂടി വൈദ്യുതി കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്? അവരതിന് വില ആവശ്യപ്പെടും, അല്ലെങ്കിൽ പ്രതിഫലം ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഇവിടെ കൊണ്ടുപോകാത്തത്. മുവാവജ കിസ് ചീസ് കാ മേ പൂച്ച്താ ഹൂം, എന്തിനെ പ്രതിഫലം എന്ന് പറയുന്നത് എന്തിനാണ്? കിസ് ചീസ് കാ, എന്തിനാണ് പ്രതിഫലം ഞാൻ ചോദിക്കുകയാണ്. സംഗമ समझाते हैं, मान लीजिए सरकार गांवों तक बिजली पहुंच जाने के लिए ഗംബേ ലഗാനാ ചാത്തി ഹേ. ഇപ്പോൾ സംഗമ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, പ്രതിബന്ധന ലേഖനം മനസ്സിലാക്കി കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിഫലം വാങ്ങുന്നത്, എന്ത് വസ്തുവിനാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ് എന്താണ്? സർക്കാർ ഗാവോം തക് ബിജ്ലി പഹുഞ്ചാനെ കെ ലിയേ, ഇവിടെ ഗവൺമെൻറ് ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗംബേ ലഗാനാ ചാത്തി ഹേ. ഗംബേ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്. നമ്മൾ കറണ്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? പോസ്റ്റ് വേണം, പില്ലർ അല്ലെങ്കിൽ പോസ്റ്റ് നാട്ടേണ്ടി വരും. അപ്പോൾ ഗംബേ ലഗാനാ ചാത്തി ഹേ, അതിന് പോസ്റ്റ് കുഴിച്ചിടണം. ജിസ് ജിസ് കി ജമീൻ പർ യേ ഗംബേ ലഗേംഗെ വേ ലോഗ് കഹേംഗെ കി ഇസ്കെ ഏവജ് മേ ഹമേ മുവാവജ ദിയാ ജായേ. ഈ ജിസ് ലോകം കി ജമീൻ പർ, ഏതാളുകളുടെ ഭൂമിയിലാണ്, ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലാണ് ഈ ഗംബേ ലഗേംഗെ, ഈ പോസ്റ്റ് കുഴിച്ചിടുന്നത്. വേ ലോഗ് കഹേംഗെ, ആളുകൾ പറയും എന്താണ്? ഇസ്കെ ഏവജ് മേ, ഇതിന് പ്രതിഫലമായിട്ട് ഹമേ മുവാവജ ദിയാ ജായേ, ഞങ്ങൾക്കതിന് വില കിട്ടണം, പ്രതിഫലം കിട്ടണമെന്ന് ഈ ആളുകൾ ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഭൂമിയിൽ കൂടെ വൈദ്യുതി കൊണ്ടുപോകണമെങ്കിൽ അവിടെ പോസ്റ്റ് നാട്ടണം. പോസ്റ്റ് ഇടണമെങ്കിൽ അവർക്ക് എന്ത് ആവശ്യപ്പെടുന്ന പറയുന്നത്? അവർ അതിന് പ്രതിഫലം ഇടുമെന്ന് പറഞ്ഞാൽ അവരുടെ ഭൂമിയിൽ കൂടി ഭൂമിയിൽ പോസ്റ്റ് നാട്ടണം എന്നുണ്ടെങ്കിൽ, പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ അതിനവർക്ക് പ്രതിഫലം കൊടുക്കേണ്ടതായിട്ട് വരും. अजीब तर्क है उनका कि बिजली लाने के लिए उनकी ज़मीन का इस्तेमाल किया जा रहा है. അപ്പോൾ അതിനെ അവർ പറയുന്ന അജീബ്, വിചിത്രമായിട്ടുള്ള തർക്കം എന്ന് പറയുന്നത് ഇതാണ്, വാദം ഇതാണ്. എന്താണ്? ബിജ്ലി ലാനെ കെ ലിയേ, ഈ വൈദ്യുതി കൊണ്ടുപോവാനായിട്ട് ഉസ്കി ജമീൻ കാ, അവരുടെ ഭൂമി അവിടെ ഇസ്തേമാൽ കിയാ ജാ രഹാ ഹേ, ഉപയോഗിക്കുന്നുണ്ട്. ഇസ്തേമാൽ കർണ ഉപയോഗിക്കുക. അപ്പോൾ അവരുടെ ഭൂമിയിൽ കൂടിയാണ് ഈ വൈദ്യുതി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഭൂമി ഉപയോഗിക്കുന്നുണ്ട്, പോസ്റ്റ് ഇടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വേണ്ടി വരും? ഞങ്ങൾക്ക് പ്രതിഫലം തരണമെന്നവരെ ആവശ്യപ്പെടും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് അവിടെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്താത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ സർക്കാരിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം അവർ ഈടാക്കുമെന്നാണ് പറയുന്നത്. ആദിവാസികൾ അങ്ങനെ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ഈ വൈദ്യുതി പകുതിയോളം ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സച്ച് മുझे അജീബ് തർക്ക് ഹേ സുൻകർ ഹസി ആती ഹേ. സത്യം പറഞ്ഞത് ഒരു വിചിത്രമായൊരു തർക്കം തന്നെയായിരുന്നു, വാദം തന്നെയായിരുന്നു. സുൻകർ ഹസി ആती ഹേ, കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. और रहस्य समझ में आता है कि मेघालय में खपत से ज़्यादा बिजली क्यों होती है. और रहस्य समझ में आता है, എന്താണ് രഹസ്യം മനസ്സിലായത്? എന്താണെന്ന് പറയുന്നത്? മേഘാലയ മേ കബത് സേ ജ്യാദ ബിജ്ലി ക്യോ ഹോത്തി ഹേ, എന്തുകൊണ്ടാണ് മേഘാലയയിലെ ആവശ്യത്തെക്കാളും അധികം വൈദ്യുതി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണത് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്? और क्यों अतिरिक्त बिजली आसपास के राज्यों को दे दी जाती है. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് ബാക്കി വരുന്ന വൈദ്യുതി മറ്റു രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? वैसे यदि यहाँ सभी गाँव बिजली से जगमगा उड़े तो भी अतिरिक्त बिजली का उत्पादन होता रहेगा. എങ്ങനെയാണെങ്കിലും यहाँ सभी गाँव बिजली से जगमगा उड़े तो, ഇവിടെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി നിറയുകയാണെങ്കിൽ, വൈദ്യുതി പ്രകാശിക്കുകയാണെങ്കിൽ, തോബി അങ്ങനെയാണെങ്കിൽ കൂടി
അതിരിക്ത് ബിജ്ലി കാ ഉൽപ്പാദനം ഹോത്താ രഹേഗ. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ കൂടുതലായിട്ട് ഇതിനപ്പുറത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതിനുള്ള കാരണം എന്താ പറയുന്നത്? യഹാം സാൽ ബർ പാനി വർഷാക്ക പാനി മിൽത്താഹേ. ഇവിടെ മഴ എന്ന് പറയുന്നത് വർഷം മുഴുവൻ അവർക്ക് മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലേക്കാളധികം, അതായത് എല്ലാ ഗ്രാമങ്ങളിലും കൊടുത്താലും അതിന് പുറമെ അവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഹം പഹാഡോം കോ നിഹാർത്തെ ഹുയേ ചിറാപുഞ്ചി കി ഓർ ബഡ് രഹേ ഹേ. ഇപ്പം ഞങ്ങൾ ഈ മലകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിഹാർത്തെ ഹുയെ എന്ന് പറഞ്ഞാൽ ദേഖ്തേ ഹുയെ നോക്കിക്കൊണ്ട് ചിറാപുഞ്ചിക്ക് ഓർ ബഡ് രഹേ ഹേ. ചിറാപുഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷില്ലോങ്ങിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ് എന്ന് പറയുന്നത്. ഷില്ലോങ്ങിൽ നിന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സടക്ക് ഉസ് പാർ പഹാടി കുഹരേസെ ഗിരി ഹുയി ഹേ. കുഹര എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്, പുകമഞ്ഞ് എന്നൊക്കെ പറയും കുഹര. സടക്ക് ഉസ് പാർ, ഇനി ഈ റോഡിൻ്റെ മറുപുറത്ത് അങ്ങേ വശത്ത് എന്താണ് പഹാടി കുഹരേസെ ഗിരി ഹുയി ഹേ. അതായത് ആ മലകളിലൊക്കെ മൂടൽ മഞ്ഞിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്, വലയം ചെയ്തിട്ടുണ്ട്. കുച്ച് നഹി ദിഖായി ദേത്ത. മൂടൽമഞ്ഞായതുകൊണ്ടല്ലേ പുകമഞ്ഞല്ലേ മൂടൽമഞ്ഞായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. കുച്ച് നഹി ദിഖായി ദേത്ത സിവ ധവൾ ഉജ്വൽ കുഹരേക്കേ. എന്ത് മാത്രം കണ്ടിരുന്നത്? ധവൾ ഉജ്വൽ. ധവൾ എന്ന് പറഞ്ഞാൽ സഫേദ്, വെളുത്ത നിറത്തിലുള്ള നല്ല തിളക്കമുള്ള മൂടൽ മഞ്ഞ് മാത്രമാണ് അവിടെ കാണാനായിട്ടുണ്ടായിരുന്നത്. വേറൊന്നും തന്നെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം മഞ്ഞ് കാരണം പുറത്തെ കാഴ്ചകളൊന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. യാ ഫിർ കहीं कहीं കുഹരെ കോ ചീർത്തേ ഹുയേ കുച്ച് ചോട്ടിയാം ഓർ വൃക്ഷം നസറാത്തേ ഹേ. പിന്നീട് കുറേ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഹരെ കോ ചീർത്തേ ഹുയേ, ഈ മൂടൽമഞ്ഞിനെ ഭേദിച്ചുകൊണ്ട് കുച്ച് ചോട്ടിയാം കുറച്ച് കൊടുമുടികൾ കാണാൻ പറ്റുന്നുണ്ട്. ഓർ വൃക്ഷം നസറാത്തേ ഹേ, മരങ്ങളെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ മൂടൽമഞ്ഞ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ കൊടുമുടികൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. तीन पर्वतीय अंचलों में बंटा हुआ है मेघालय. ഖാസി പർവ്വത്, ഗാരോ പർവ്വത് और ജയന്തിയ പർവ്വത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവിടുത്തെ പർവ്വത പ്രദേശങ്ങളെ കുറിച്ചാണ്. മേഘാലയയിലെ പർവ്വത പ്രദേശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മൂന്നായിട്ട് അത് വിഭജിച്ചിട്ടുണ്ട്. തീൻ പർവ്വതീയ അഞ്ചലോമയും ബണ്ടാ ഹുവാഹി മേഘാലയ. മേഘാലയ എന്നുള്ളതിനെ 3 പർവ്വത പ്രദേശമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബണ്ടാ ഹുവ എന്ന് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ ഖാസി പർവ്വതമാണ്, രണ്ടാമത്തെ ഗാരോ പർവ്വതമാണ്, മൂന്നാമത്തെ ജയന്തിയ പർവ്വത്. അപ്പോൾ മേഘാലയ തിൻ പർവ്വതീയ അഞ്ചലോമേ ബണ്ടാ ഹുവാ ഹേ. മേഘാലയ എന്ന് പറയുന്നത് 3 പർവ്വത പ്രദേശങ്ങളായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. और इन्हीं 3 पर्वतीय अंचलों से बने हैं 5 ജില്ലേ. ഇനി ഈ 3 പർവ്വത പ്രദേശത്തിൽ നിന്ന് നമുക്ക് 5 ജില്ലകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. പർവ്വത പ്രദേശങ്ങൾ 3 അതായത് ഖാസി, ഗാരോ, ജയന്തിയ. ഈ 3 പർവ്വത പ്രദേശങ്ങൾക്കും കൂടിയിട്ട് 5 ജില്ലകളുണ്ടെന്ന് പറയുന്നത്. ഏതൊക്കെയെന്ന് നോക്കാം. പൂർവി ഖാസി പർവ്വത ജില്ല, പശ്ചിമി ഖാസി പർവ്വത ജില്ല, പൂർവി ഗാരോ പർവ്വത ജില്ല, പശ്ചിമി ഗാരോ പർവ്വത ജില്ല और ജയന്തിയ പർവ്വത ജില്ല. അപ്പോൾ ഈ പർവ്വത പ്രദേശങ്ങൾ, അതായത് ഖാസി പർവ്വതം എന്നുള്ളതിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. പൂർവി ഖാസി, പശ്ചിമി ഖാസി. അതായത് കിഴക്കൻ ഖാസി എന്നുള്ളതും പടിഞ്ഞാറ് എന്നുള്ളതും, കിഴക്കും പടിഞ്ഞാറായിട്ട് 2 ജില്ലകളായിട്ട് അതിന് തിരിച്ചു. അല്ലെങ്കിൽ ഗാരോ പർവ്വതം എന്നുള്ളതിനെ വീണ്ടും നമ്മൾ തിരിച്ചു. എന്താണ് പൂർവി ഗാരോ എന്നും പശ്ചിമി ഗാരോ എന്നായിട്ട് 2ആയിട്ട് അതിനെ വീണ്ടും തിരിച്ചു. അപ്പോൾ 4 5-മത്തെ നമ്മൾ ജയന്തിയ പർവ്വത ജില്ല. അപ്പോൾ 5 ജില്ലകളായിട്ട് അതിനെ തിരിച്ചു. 3 പർവ്വത പ്രദേശത്തിനെ 5 ജില്ലകളായിട്ട് തിരിക്കുന്നു. हर अंचल की अपनी अलग संस्कृति है, रीति रिवाज है, पर्व उत्सव है. ഇനി ഓരോ പ്രദേശത്തും ഹർ അഞ്ചൽക്ക് അപ്പനി അലഗ് സംസ്കൃതി ഹേ, ഓരോ പ്രദേശത്തും അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമുണ്ട്. രീതി റിവാസ് ഹേ, അലഗ് രീതി റിവാസ് ഹേ, വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്. പർവ് ഉത്സവം ഹേ, ആഘോഷങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ പർവ്വത പ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉത്സവങ്ങളുണ്ട്. ലേക്കിൻ ഹർ കഹീം പാരിവാരിക വ്യവസ്ഥ മാതൃസത്താത്മക ഹേ. പക്ഷേ എല്ലായിടത്തും നമ്മൾ പറയുന്നുണ്ട് പാരിവാരിക വ്യവസ്ഥ, കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്, സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? മാതൃസത്താത്മക ഹേ,
മാതൃസത്താത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമക്കത്തായ സമ്പ്രദായമാണ്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഭൂമി, ധൻ, സമ്പത്തി, സബ് മാം സേ ബേട്ടി കോ മിൽത്തി ഹേ. മാതൃസത്താത്മക പാരിവാരിക വ്യവസ്ഥയ്ക്ക് വിശേഷത യേ ഹേ കി എന്താണ്? ഭൂമി, ധൻ, സമ്പത്തി, യെ സബ് മാം സേ ബേട്ടി കോ മിൽത്തി ഹേ. സ്വത്തായാലും ഭൂമിയായാലും ധനമായാലും എല്ലാം തന്നെ അമ്മയിൽ നിന്ന് പെൺമക്കൾക്കാണ് കിട്ടുന്നത്. സാധാരണ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ അച്ഛന്മാരിൽ നിന്ന് ആൺമക്കൾക്ക് കിട്ടുന്നു. ഇവിടെ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വത്തും ഭൂമിയും എല്ലാം പെൺമക്കൾക്കാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ മരുമക്കത്തായ സമ്പ്രദായം. മാതൃസത്താത്മക പാരിവാരിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മരുമക്കത്തായ സമ്പ്രദായം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മയിൽ നിന്ന് മകളിലേക്കാണ് എല്ലാ സമ്പത്തും ചെന്ന് ചേരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. യഹാം പ്രദീപ് പന്ത് ലേഖ കണ്ട് ലേഖ के साथ राज्य के अधिकारी श्री संगमा है और संगमा के 2 दोस्त भी थे इस यात्रा में. यहाँ യാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഷില്ലോങ് സേ ചിറാപുഞ്ചി ക്യോർ യേ ലോഗ് ബഡ് രഹേ ഹെ. അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മേഘാലയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. മേഘാലയയുടെ തലസ്ഥാനം എന്താണെന്ന്, അവിടുത്തെ പ്രത്യേകത എന്താണ്, അതുപോലെ അൽമോഡയിലെ ബാസാർ അതിൻ്റെ പേര് പറഞ്ഞു. അതുപോലെ ഷില്ലോങ്ങിൽ അതുപോലത്തെ ബാസാർ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഷില്ലോങ്ങിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ നല്ല കാലാവസ്ഥയാണ്. റോഡ് നമ്മൾ പറഞ്ഞു, 2 സൈഡിലും മരങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ പർവ്വതങ്ങളുണ്ട്. വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന, അതായത് വളവും തിരിവുമുള്ള റോഡാണ്. പിന്നെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും, മേഘങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ചാറ്റൽ മഴ കണ്ടപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് 53 കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ ചിറാപുഞ്ചി എന്ന് പറയുന്നത്. ചിറാപുഞ്ചിയിലേക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹാം സാൽ ഭർ വർഷ ഹോത്തി രഹത്തി ഹേ. അവിടെ വർഷം മുഴുവനും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം സേ വഹാം പൻബിജ്ലിക്ക ഉൽപ്പാദന ഹോത്താ ഹേ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്. മേഘാലയയിലെ അവർക്ക് ആവശ്യത്തിലധികം വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ പ്രത്യേകത പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു 3 പർവ്വത പ്രദേശമായിട്ട് തിരിച്ചു. ഖാസി, ഗാരോ, ജയന്തിയ. ആ 3 പർവ്വത പ്രദേശത്തെ വീണ്ടും 5 ജില്ലകളായിട്ട് തിരിച്ചു. പൂർവി ഖാസി, പശ്ചിമി ഖാസി, പൂർവി ഗാരോ, പശ്ചിമി ഗാരോ, അതുപോലെ തന്നെ ജയന്തിയ. 5 ജില്ലകളായിട്ട് തിരിച്ചു. ഈ 5 പ്രദേശങ്ങൾ, അല്ലെങ്കിൽ 3 പർവ്വത പ്രദേശത്ത് അല്ലെങ്കിൽ 5 പർവ്വത പ്രദേശങ്ങളിലും അവരവരുടേതായിട്ടുള്ള സംസ്കാരവും സമ്പ്രദായവും അതുപോലെ തന്നെ ആഘോഷങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ മാതൃസത്താത്മക പാരിവാരിക വ്യവസ്ഥയാണ്. യഹാം ഭൂമി ധൻ സമ്പത്തി ആദി യെ സബ് മാം സേ ബേട്ടി കോ മിൽത്തി ഹേ. ഇതാണ് അവിടുത്തെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.